തിരുവചനത്തെ ധ്യാനിപ്പാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് കൃപയെ തന്നല്ലോ. പെൻ്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. എല്ലാ മനുഷ്യരിലും രണ്ട് സ്വഭാവമുണ്ട്. മനുഷ്യരൊന്നാണെങ്കിലും അവരിൽ രണ്ട് ഭാവങ്ങളുണ്ട്. ഒന്ന് ഭയത്തിൻ്റെ ഭാവം, രണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാവം, വിശ്വാസത്തിൻ്റെ ഭാവം. ഇത് കണ്ടുപിടിക്കുവാൻ വളരെ കഷ്ടമാണ്. നമ്മളിൽ എല്ലാവരും ഈ രണ്ട് സ്വഭാവത്തിന് രണ്ട് മുഖമുണ്ട്, രണ്ട് തുറമുഖമുണ്ട്. ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് അവരെ കൂട്ടി രണ്ട് തുറമുഖത്തേക്ക് യാത്ര ചെയ്തു. അതാണ് തിരുവചനത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചിന്തയ്ക്കായി ദാനമായി തന്നിരിക്കുന്ന വേദഭാഗം. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ളതായ വാക്യങ്ങളിൽ ഗദരേന്യരുടെ നാട്ടിലേക്ക് കർത്താവ് പോയി. നമുക്കറിയാം, അതിനു മുമ്പ് ശിഷ്യന്മാരെ ഒരു കഠിനമായ പരിശോധനയിൽ കൂടെ കർത്താവ് അയക്കുകയുണ്ടായി. അവർ ഭയപ്പെട്ട് നിലവിളിക്കുന്നതായ ഒരു അനുഭവം. ഭയത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, ഭയത്തിൻ്റെ അടിമത്തരത്തിൽ നിന്ന് അവരിൽ ഉള്ളതായ ഭയത്തിൻ്റെ ആത്മാവിനെ എങ്ങനെ ശാസിച്ച് കീഴടക്കാമെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. അതിനുശേഷം ഗദരേന്യരുടെ നാട്ടിൽ ചെന്നു. അവനെ എതിരേൽക്കുവാൻ പെട്ടെന്ന് ഓടി വന്നത് അനേക വർഷങ്ങളായി ഭൂതം ബാധിച്ച രണ്ട് മനുഷ്യർ. ആ മനുഷ്യർ ദേശത്തെല്ലാം ഭൂതത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ട് ആ ദേശവാസികളെ മുഴുവനും ഭയപ്പെടുത്തി. ജനങ്ങളെല്ലാം വെളിയിലിറങ്ങാൻ ഭയമാണ്. സന്ധ്യയായി കഴിഞ്ഞാൽ ആരും വെളിയിലിറങ്ങയില്ല. അവിടെയെല്ലാം ഭയത്തിൻ്റെ നിഴലാട്ടം. ആരോട് ചോദിച്ചിരുന്നാലും ഈ ഭൂതഗ്രസ്തർ രാത്രിയിൽ കാട്ടിക്കൂട്ടുന്നതായ അനേക അനർത്ഥങ്ങളെക്കുറിച്ച്, ദോഷങ്ങളെക്കുറിച്ച്, അന്യായങ്ങളെക്കുറിച്ച്, ഭയപ്പാടിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവർ കേട്ട് മടുത്തു. ആ ദേശമെല്ലാം ഭയത്തിൻ്റെ വാർത്ത കേട്ട് അവരും ഭയത്തിൻ്റെ മക്കളായിട്ട് മാറി. ദൈവത്തിന് സ്തോത്രം. എവിടെ കേട്ടിരുന്നാലും ഭയത്തിൻ്റെ വാർത്തകളാണ്. ഈ ഭൂതഗ്രസ്തരിൽ ഈ ദേശത്തെ ഭയത്തോടെ അവരെ ഭരിക്കുവാൻ, വാഴുവാൻ, അവരിലെല്ലാം ദേശത്തെല്ലാം ഭയം ജനിപ്പിക്കുമാറ് അവരിൽ വസിച്ചിരുന്നതായ ഭൂതങ്ങൾ അനേക ദോഷങ്ങൾ അവിടെ ചെയ്യുകയുണ്ടായി. അവരെ കാണാൻ പോലും മനുഷ്യർക്ക് പേടിയായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ യേശു അവിടെ ചെന്നപ്പോൾ ഈ ഭൂതഗ്രസ്തനിൽ നിന്ന് ഈ അശുദ്ധാത്മാക്കളെ ശാസിച്ചെന്നും അത് ഒരു കൂട്ടം പന്നി കൂട്ടങ്ങളെ അവരുടെ ജീവനെ ആവഹിച്ചുകൊണ്ട് കടുന്തൂക്കിൽ കൂടെ ചാടി, കിഴുക്കാൻ തൂക്കായി കിടന്ന മലഞ്ചരിവിൽ കൂടെ ചാടി ആ പന്നിക്കൂട്ടങ്ങളെല്ലാം ചത്തുപോയി എന്ന് നമുക്ക് ആ വേദഭാഗത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ, ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശുവിനെ കാണുവാൻ ചെന്നു. അവനെ കണ്ടപ്പോൾ തങ്ങളുടെ അതിർ വിട്ടു പോകണം എന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. കാരണം ഭയത്തിനടിമകളാണ്. യേശുവിനെ കണ്ടപ്പോഴും യേശു ചെയ്തതായ ആ ദുരാത്മാക്കളെ ആ മനുഷ്യരിൽ നിന്ന് ശാസിച്ച് അവരെ സ്വതന്ത്രരാക്കിയപ്പോഴും ആ സ്വാതന്ത്ര്യത്തെ ഭയത്തിൻ്റെ അല്ലെങ്കിൽ ഭയത്തിൻ്റെ ഭാഷയിലാണ് അവർ കേട്ടതും കണ്ടതും മനസ്സിലാക്കിയത്. ഭയത്തിൻ്റെ ആത്മാവിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിച്ചില്ല. എന്നാൽ ആ ദേശത്തിലെ ജനങ്ങൾ പറഞ്ഞതനുസരിച്ച് കർത്താവ് ആ ദേശം വിട്ടുപോയി. അവിടെ വലിയ പ്രവൃത്തികളൊന്നും ചെയ്തില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ഗന്നേസരത്ത് എന്ന് പറയുന്നതായ വേറൊരു തുറമുഖത്ത് കർത്താവ് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയും ചെല്ലുന്നതിന് മുമ്പ് ദൈവത്തെ സ്നേഹിക്കുന്നത്, സത്യത്തെ മനസ്സിലാക്കുന്നത്, ദൈവശക്തിയെ അംഗീകരിക്കുന്നത് എങ്ങനെയെന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉദാഹരണം അക്ഷരികമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കർത്താവ് ആ ദേശത്ത് അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ ദേശത്ത് ചെന്നപ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ, അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന്
അവർക്കെല്ലാം സൗഖ്യം വാങ്ങിക്കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഒരു ദ്വീപിൽ 2 തുറമുഖം. ഒന്ന് ഗദരേന്യരുടെ ദേശം, ഒരു തുറമുഖം. അതേ ദ്വീപിൻ്റെ മറുവശത്ത് വേറൊരു തുറമുഖമുണ്ട്. അവിടെ ഗന്നേസരത്ത് എന്ന് പറയുന്ന തുറമുഖം. ഒരിടത്ത് ചെന്നപ്പോൾ അവർ ഭയത്തിൻ്റെ അടിമകൾ. അവിടെ നിന്ന് കർത്താവിനെ എത്രയും വേഗം ഞങ്ങളുടെ അതിർ വിട്ട് പോകണം എന്ന് പറഞ്ഞതായ ഒരു കൂട്ടം മനുഷ്യർ. എല്ലാവരുടെയും, ആ ദ്വീപിൽ പാർക്കുന്നവരുടെ എല്ലാവരുടെയും ആഹാര രീതി ഒന്നാണ്, ഭാഷ ഒന്നാണ്, ട്രഡീഷൻസ് എല്ലാം ഒന്നാണ്, ആരാധനയും സ്വഭാവങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്, അവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെങ്കിൽ അവരിൽ വാണുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തിന് അല്ലെങ്കിൽ അവരെ വാഴുന്നതായ ആത്മാക്കൾക്ക് തമ്മിൽ വ്യത്യാസം. ഒരു മനുഷ്യനിൽ 2 സ്വഭാവം ഉണ്ട് എന്ന് കർത്താവിന് ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുവാൻ കർത്താവ് ചെയ്തതായ വലിയൊരു ശുശ്രൂഷാമുഖമാണിത്. ഒരു മനുഷ്യരാണ്, അല്ലെങ്കിൽ ഒരു കുടുംബമാണ്, ഒരു സഭയാണ്, ഒരു ഉപദേശമാണ്, ഒരേ ആരാധനയാണ്, ഒരേ ജനവാസമാണ്. എങ്കിലും അവിടെ 2 ആത്മാക്കളുടെ വാസമുണ്ട്. ഒരാത്മാവ് ഭയത്തിൻ്റെ ആത്മാവ്. ആ ഭയത്തിൻ്റെ ആത്മാവ് കർത്താവിനെ കാണുന്ന ഉടനെ കർത്താവിനെ കാണണമെന്നുള്ളതായ ആഗ്രഹം അവർക്കുണ്ടെങ്കിലും അവനെ കാണുമ്പോൾ അവർ ഭയത്തിൻ്റെ അടിമകളാകും. ഞങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ വേറൊരു തുറമുഖത്ത് ചെന്നപ്പോൾ അവിടെ അവിടുത്തെ ജനങ്ങൾ അവർക്കൊരു പ്രത്യേകമായ കഴിവ് ദൈവം കൊടുത്തു. യേശു ആരാണെന്ന് അവർക്ക് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞ ഉടനെ അവരിലുള്ളതായ പ്രവൃത്തി എന്താണെന്ന് കർത്താവ് അവിടെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയാണ്. അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് അവർ ചെയ്തത് അവരുടെ അയൽവക്കങ്ങളിലും ദേശത്തും ആ രാജ്യത്ത് ആ തുറമുഖത്തൊക്കെയും അവരുടെ ആ പഞ്ചായത്തിലും അവരുടെ ആ ഡിസ്ട്രിക്റ്റിലുമൊക്കെ രോഗികൾ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കണം എന്നുള്ളതായ ഒരാഗ്രഹം. കർത്താവിനെ നാം തിരിച്ചറിയുമ്പോൾ, അവൻ ആരെന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ സ്വഭാവം നമ്മളിലും ഉണ്ടാകും. എന്താണെന്നറിയാമോ? നമ്മൾ മാത്രമല്ല, നമ്മുടെ അയൽവക്കവും നമ്മുടെ ദേശവും നമ്മുടെ സഭയും എല്ലാം സൗഖ്യമാകണം. അവരിൽ ആരും രോഗികളായി അവശേഷിക്കുവാൻ പാടില്ല. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ട് അവരിൽ ഒരു വിടുതൽ ഉണ്ടാകണം എന്നുള്ളതായ ആഗ്രഹം. എന്നാൽ വേറെ ചിലയിടത്ത് ചെന്നാൽ അവർ സ്വാർത്ഥരായി അവരുടെ സൗഖ്യവും അവരുടെ നന്മകളും മാത്രം ചിന്തിക്കും. അവർ ഭയത്തിനടിമകളാണ്. അവരുടെ ആ സൗഖ്യത്തെ മറ്റാരിലേക്കും വ്യാപിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ദേശത്തിന് ഒരു സൗഖ്യം വാങ്ങിക്കൊടുക്കുവാൻ അവർ ചിന്തിക്കുകയില്ല. അവരുടെ ഉള്ളുകൊണ്ടും വാക്കുകൊണ്ടും അവരൊന്നായി കൂടുമ്പോൾ കർത്താവിനെ അകറ്റി വിടുന്നതായ അവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ ജീവിതത്തിൽ നിന്നും ദേശത്തു നിന്നും യേശുവിനെ വിട്ടുപോകുവാൻ നിർബന്ധിക്കുന്നതായ ഭയത്തിൻ്റെ വാക്കുകളാണ് അവരിൽ നിന്ന് ഉളവാകുന്നത്. ആ സ്വഭാവം കൊണ്ട് കർത്താവ് അവരെ വിട്ടങ്ങ് പോകും. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരോട് തർക്കിക്കുവാനും അവരോട് തർജ്ജനം ചെയ്യുവാനും യേശു നിന്നതേയില്ല. അവരുടെ വാക്ക് കേട്ട ഉടനെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ആ തുറമുഖം വിട്ട് പടക് നീക്കി അവൻ യാത്രയായി. എന്നാൽ കർത്താവിനെ തിരിച്ചറിയുന്ന ദേശത്ത് വന്നപ്പോൾ, അവൻ ആരെന്നറിഞ്ഞതായ ദേശത്ത് വന്നപ്പോൾ ആ ജനങ്ങളിലുള്ളതായ സ്വഭാവം കർത്താവ് ശിഷ്യന്മാരെ കാണിച്ച് എന്താണെന്നറിയാമോ? അവർ ചുറ്റുമുള്ള ദേശത്തെല്ലാം ഊരുകളിലെല്ലാം ആളയച്ചു. ഓടി വരുവീൻ, നമ്മുടെ കർത്താവ് വന്നിരിക്കുന്നു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ ദേശത്ത് വന്നിരിക്കുന്നു, അവനിൽ നിന്ന് വിടുതലും സൗഖ്യവും നമുക്ക് ലഭ്യമാകും, കൊണ്ടുവരുവീൻ, നിങ്ങളുടെ രോഗികളെ കൊണ്ടുവരുവീൻ എന്ന വാർത്ത അങ്ങ് ദേശത്ത് പരക്കാൻ തുടങ്ങി. അവിടുത്തെ ജനങ്ങൾക്കൊരു വിശേഷ സ്വഭാവം. ആ ദേശത്ത് ഫലഭൂയിഷ്ടമായിട്ടുള്ള ദേശമാണ്. സമ്പന്നരും ഒക്കെ വിശേഷ അതിഥികളൊക്കെ പാർക്കുന്ന ദേശമാണ് ഗന്നേസരത്ത് എന്ന് പറയുന്നത്. എന്നാലും അവരുടെ സമ്പത്തും അവരുടെ വരുമാനവും എല്ലാം ദൈവത്തെ തിരിച്ചറിയുന്ന സ്വഭാവം അവരിൽ ഉളവാക്കി തീർത്തു. എന്നാൽ വേറെ ചിലരിലോ ഭയത്തിൻ്റെ ആത്മാവ് വസിക്കുവാൻ തക്കോണം വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ കാണുന്തോറും വിടുതലുകൾ കാണുന്തോറും അവരുടെ ഹൃദയത്തെ മുരടിച്ച് കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കും. കർത്താവിന് ഈ 2 വശങ്ങൾ മനുഷ്യനിൽ വസിക്കുന്നു എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഗലീല എന്ന് പറയുന്നത് ഒറ്റ ഒരു ദ്വീപാണ്, ഒരു ദേശമാണ്, ഒരു ഡിസ്ട്രിക്റ്റാണ്.
ഒരു സംസ്ഥാനം പോലെ, നമ്മുടെ നാട്ടിലെ ഒരു ഡിസ്ട്രിക്റ്റ് പോലെ. എന്നാൽ അതിൽ 2 ആമുഖങ്ങൾ, 2 വാക്കുകൾ, 2 സ്വഭാവം, 2 പെരുമാറ്റം, 2 ആഗ്രഹം. ഭയത്തിൻ്റെ ആത്മാവ് വസിക്കുന്നിടത്ത് കർത്താവിൻ്റെ പ്രവൃത്തികളെ കാണാൻ കഴിയത്തില്ല. കർത്താവിനെ ഓടിച്ചു കളയുന്ന സ്വഭാവം നമുക്കുണ്ടാകും. അവിടെയും ആരാധനയുണ്ട്, അവിടെയും പാട്ട് കാണും, പ്രാർത്ഥന കാണും, കുർബാനകൾ കാണും, പള്ളിയും സിനഗോഗുകളും പ്രമാണങ്ങളും ഒക്കെ അവിടെ കാണുമായിരിക്കാം. പക്ഷെങ്കിൽ അവരിൽ കണ്ടുവരുന്ന സ്വഭാവം ഭയത്തിൻ്റെ സ്വഭാവം, ഭയത്തിൻ്റെ വാക്കുകൾ. അവർക്ക് മറ്റൊന്നും ചിന്തിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. എന്നാൽ യേശുവിനെ കാണുവാൻ അവർക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം അനുസരിച്ച് അവർ കൂടി വരുമ്പോൾ പെട്ടെന്ന് അവരിന്മേൽ ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ, ഒരു മേഘം വന്ന് മൂടുന്നത് പോലെ ഭയത്തിൻ്റെ ആത്മാവ് വന്ന് മൂടുകയാണ്. ആ ഭയത്തിൻ്റെ ആത്മാവ് മൂടിക്കഴിയുമ്പോൾ അവരിൽ നിന്നും കർത്താവിനെ ഓടിച്ചു കളയുന്ന സ്വഭാവം ഉണ്ടാകും. എന്നാൽ ഗന്നേസരവാസികൾക്ക് ഒരു വിശേഷതയുണ്ട്. യേശുവിനെ കണ്ടുടനെ അവരുടെ വീട്ടിൽ വന്നിരിക്കുന്ന, അവരുടെ ദേശത്ത് വന്നിരിക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയുവാനുള്ളതായ വലിയൊരു ജ്ഞാനത്തിൻ്റെ ആത്മാവ് അവരിൽ വ്യാപരിക്കുവാൻ തുടങ്ങി. ഒരു ശക്തിയുടെ ആത്മാവ് അവരിൽ വ്യാപിക്കാൻ തുടങ്ങി. ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവ് അവരിൽ വ്യാപിക്കാൻ തുടങ്ങി. ആ വിശ്വാസത്തിൻ്റെയും ആ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആത്മാവ് അവരിൽ കടന്നു വന്നപ്പോൾ അവരുടെ ആഗ്രഹം, ഞങ്ങളുടെ ദേശത്താരും രോഗികളായി ഉണ്ടാകരുത്, എൻ്റെ അയൽവക്കത്താരും രോഗികളായിരിക്കരുത്, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സഭയിൽ ആരും രോഗികളായിരിക്കരുത്. പെട്ടെന്ന് വാർത്തകൾ അയച്ചു, കടന്നു വരുവീൻ, കർത്താവ് സൗഖ്യമാക്കുവാൻ വന്നിരിക്കുന്നു, അവൻ സൗഖ്യദായകനാണ്, അവൻ രക്ഷിക്കുന്നവനാണ്, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്. ആ പുത്രൻ കടന്നു വരുവാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ ദേശത്തിന് ലഭിച്ചെന്നിരിക്കുന്നതായ ഒരു സുവാർത്തയുടെ സന്ദേശം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും ഇങ്ങനെയുള്ളതായ ഒരു വാർത്ത നമ്മളിൽ നിന്നും പുറപ്പെടും. നമ്മുടെ ദേശത്തെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ടാകും. നമ്മുടെ ഭവനത്തെക്കുറിച്ചും, നമ്മുടെ ദേശവാസികളെക്കുറിച്ചും, നമ്മുടെ സഹവിശ്വാസികളെക്കുറിച്ചും, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചും ഞാൻ സൗഖ്യമായിരിക്കുന്നത് പോലെ, ഞാൻ കർത്താവിനെ കണ്ടതുപോലെ എൻ്റെ സഹോദരങ്ങളും കർത്താവിനെ കാണണം. ഞാൻ മാത്രം കണ്ടാൽ പോരാ, എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രം കണ്ടാൽ പോരാ, എൻ്റെ ഭവനം മാത്രം കണ്ടാൽ പോരാ. എൻ്റെ ദേശത്ത് വസിക്കുന്നവരെല്ലാം അവർ ഏത് സ്വഭാവക്കാരാണെങ്കിലും, ഏത് സമീപനമുള്ളവരാണെങ്കിലും ശരി, അവർ കർത്താവിൽ നിന്നും വിടുതൽ പ്രാപിക്കണം. അവരിൽ ആരും രോഗികൾ ഉണ്ടാകരുത്, അവരിൽ സൗഖ്യമുള്ള ഒരു ദേശമായിട്ട് അവർ മാറണം എന്നുള്ളൊരാഗ്രഹം. ഈ ആഗ്രഹം ഈ നാളുകളിൽ നമ്മിൽ വാഴുമ്പോൾ കർത്താവ് അവിടെ വസിക്കും. അവിടെ കർത്താവിന് ചില പ്രവൃത്തികൾ ചെയ്യുവാൻ കാണും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനം അങ്ങനെയുള്ളൊരു പശ്ചാത്തലമായി മാറുമ്പോൾ, നമ്മുടെ പ്രഭാതങ്ങൾ അങ്ങനെ കർത്താവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ ഒരു ആഗ്രഹം അങ്ങനെ ഉണ്ടാകണം. നമ്മുടെ ദേശവാസികൾ സൗഖ്യമാകേണ്ടതിന് കണ്ണുനീരോട് നിലവിളിക്കുന്ന ഒരു പ്രാർത്ഥന എന്താണെന്നറിയാമോ? അവർക്ക് കൊടുക്കുന്ന ഒരാഗ്രഹം, അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം തൊങ്ങലെങ്കിലും തൊട്ട് സൗഖ്യമാകുവാൻ അപേക്ഷ, കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. കർത്താവേ, ഈ ജനങ്ങൾ കടന്നു വരുമ്പോൾ നിന്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും അവർ തൊട്ടെന്ന് സൗഖ്യമാകട്ടെ എന്നുള്ളതായ വലിയൊരു അപേക്ഷ, അവർക്ക് വേണ്ടി നിലവിളിക്കുന്നതായ ഒരു വാക്കുകൾ, അവർക്ക് വേണ്ടി കണ്ണുനീരൊടുക്കുന്ന വാക്കുകൾ, ദൈവത്തോട് അങ്ങനെയുള്ളതായ ഒരു പക്ഷപാതം ചെയ്യുന്ന ഒരാത്മാവ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളിൽ നിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നതാണ്. ഈ നാളുകളിൽ നാം ഗദരേന്യരല്ല, ഗന്നേസ്യരായി മാറണം. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവ് കണ്ട് സന്തോഷിച്ചു. ജനത്തിൻ്റെ സ്വഭാവം കണ്ട് പ്രവർത്തിക്കുവാൻ കർത്താവിന് മനസ്സായി. ആ ദേശം മുഴുവനും സൗഖ്യമായി. അവരുടെ വിശ്വാസം അവിടെ വലിയ അതൊരു ഫലവത്തായിട്ട് തീർന്നു. അവരുടെ വിശ്വാസം അവരെ രക്ഷിച്ചു. ആ ദേശത്ത് വിടുതലുണ്ടായി. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതായ വാക്ക്. കാരണം തന്നെ തിരിച്ചറിയുന്ന ഒരു സമൂഹം അവിടെയുണ്ട്. കർത്താവിനെ തിരിച്ചറിയുന്ന ഒരു ഭവനം, നമ്മുടെ ഭവനം കർത്താവിനെ തിരിച്ചറിയുന്നതാണെങ്കിൽ, നമ്മുടെ ജീവിതം കർത്താവിനെ തിരിച്ചറിയുന്ന ജീവിതമാണെങ്കിൽ നമ്മിലേക്ക് വരുവാൻ കർത്താവ് വീണ്ടും ആഗ്രഹിക്കും. ഇല്ല എങ്കിൽ ഒരു പ്രാവശ്യം വന്ന് അതുപോലെ അങ്ങ് പോകും. വിടുതലുകൾ നിന്നെ കാണിക്കും, രക്ഷ നിന്നെ കാണിക്കും. ശത്രുവിൻ്റെ കരുത്തിൽ നിന്ന്, ഭയത്തിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടാമെന്ന് കർത്താവ് നിന്നെ കാണിക്കും. പക്ഷെങ്കിൽ അതിനെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും നിന്റെ ഹൃദയം അതിനുവേണ്ടി രൂപാന്തരപ്പെടുത്തണമെങ്കിൽ നീ ഗന്നേസര ദേശത്തേക്ക് കടന്നു വരണം. ആ ദേശത്തെ വാസികളായി ദൈവം നമ്മെ തീർക്കുമാറാകട്ടെ. നമ്മുടെ ഭവനം, നമ്മുടെ ജീവിതം ഗന്നേസരവാസികളായി തീർക്കുവാൻ നമ്മെ സഹായിക്കുന്നതാകട്ടെ. ഗോഡ് ബ്ലെസ് യു.